അമേരിക്ക ആക്രമണം നടത്തിയാൽ റഷ്യയും യുദ്ധത്തിനിറങ്ങുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ലോകരാജ്യങ്ങളുമൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയുമായി നേരിട്ടൊരു ആക്രമണത്തിന് ആ ഒരു രാജ്യം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് റഷ്യയുമായി അമേരിക്ക ഏറ്റുമുട്ടുക എന്നതിനർത്ഥം ലോകം അവസാനിക്കുക എന്നതുകൂടിയാണ് മുന്നിൽ കാണുന്നതെന്ന ഭയമുണ്ട് ലോകത്തിന്. ലോകത്ത് ഏറ്റവും അധികം ആണവ ആയുധങ്ങളുള്ള രാജ്യം റഷ്യ തന്നെയാണ്. രണ്ടാമത് മാത്രമേ അമേരിക്കയുള്ളൂ. ഈ ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തെ ഗതിയായിരിക്കും. യുദ്ധതന്ത്രത്തിൽ അമേരിക്കയേക്കാൾ മിടുക്കരാണ് റഷ്യയും ഇറാനും എന്നതും ഈ ഒരു ഘട്ടത്തിൽ നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്രായേൽ ടെക്നോളജി തരിപ്പണമാക്കാനുള്ള കരുത്തും റഷ്യയ്ക്കുണ്ട് എന്നതാണ് കാര്യം. കരയാക്രമണത്തിൽ പേർഷ്യൻ പോരാളികളായ ഇറാൻ സൈന്യത്തോട് ഏറ്റുമുട്ടി നിൽക്കുക ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പം കഴിയുന്ന ഒരു കാര്യമല്ല. പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ ചേരിക്കെതിരെ റഷ്യയും ചൈനയും ഉൾപ്പെടെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ ലോകരാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും അതോടെ ഇറാൻ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു മിസൈലുകൾ ഉപയോഗിക്കുമെന്നുമാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഭയന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാകും ഇറാന് വേണ്ടി റഷ്യ രംഗത്തിറങ്ങുകയെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നുണ്ട് എങ്കിലും ഇസ്രായേലിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു എന്നത് ഇസ്രായേൽ തന്നെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. നാശനഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് അവർ പുറത്തുവിടാതിരിക്കുന്നത്. അതാകട്ടെ മാനക്കേട് ഭയന്നുകൊണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ തൊടുത്തുവിട്ട 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ടെൽ അവീവിലെ ആസ്ഥാനത്തിന് സമീപമായിട്ടാണ് പതിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വൻ ഗർത്തം രൂപപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. മൊസാദ് ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെയും നിറയുന്നത്. CNN ജിയോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറാൻ ആക്രമണം നടത്തുന്നതിന് വളരെ മുൻപ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് മാത്രമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി മാറിയത്. പക്ഷേ ഇനിയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെയാവണമെന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണം തന്നെ അതിന് വലിയ ഉദാഹരണമായിരിക്കുകയാണ്. ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയാത്ത അത്തരത്തിലുള്ള ഒരു ആക്രമണം ആസൂത്രണം ചെയ്തതും ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും ഇനിയും ഭയക്കണമെന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കൻ സൈനിക ശക്തിയുടെ വലിപ്പം കൊണ്ടും ഇസ്രായേലിന്റെ ടെക്നോളജി കൊണ്ടും മാത്രം ഒരു യുദ്ധവും പുതിയ കാലത്ത് ജയിക്കാൻ കഴിയില്ല എന്നത് നമ്മൾ ഓർക്കണം.